ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പുള്ള സൈറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക, സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കുക, അങ്ങനത്തെ സൈറ്റുകളൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സബ്ജക്റ്റിനെ പറ്റിയും ഇവിടെ ഡൗട്ട്സ് ചോദിക്കാം. നിയമത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം, പിന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതല്ലാതെ നമുക്ക് ഇലക്ട്രീഷ്യൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രിക് കാര്യങ്ങൾ, അക്കൗണ്ടൻസിയുടെ കാര്യങ്ങൾ, ടാക്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ലോകത്തിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൈറ്റിൽ ഇവരോട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നതാണ്. അപ്പം നമ്മളിവിടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഈ സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ ഡൗട്ട്സിന് ആൻസർ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ജസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിച്ചാൽ അതിന് ആൻസർ എടുത്തിട്ട് അതിന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടുക, എത്ര രൂപ വെച്ച് കിട്ടും എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളെന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സൈറ്റായിരിക്കും. സൈറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വർക്കായിരിക്കും നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻസർ എന്നാണ്. അപ്പം ഗൂഗിളിൽ ജസ്റ്റ് ആൻസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. ഞാനപ്പോൾ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്, നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. ടെൽ ആസ് യുവർ സിറ്റുവേഷൻ, നമ്മുടെ സിറ്റുവേഷൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട്സ് എന്താണ് അത് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്നതാണ്. അതിന് ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല, ഏത് കാറ്റഗറിപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ 24 hours നമുക്ക് ഇവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഉള്ളത്, ഏതൊക്കെ കാറ്റഗറിയാണെന്ന് വെച്ചാൽ ലോയേഴ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഡോക്ടേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ ടോപ്പിക്ക്, ടാക്സ്, അക്കൗണ്ടിങ്, അങ്ങനെ നമുക്ക് എന്ത് കാറ്റഗറി, ഏത് സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡൗട്ട്സാണ് ഉള്ളത് അത് നമുക്കിവിടെ അവരോട് ചോദിക്കാവുന്നതാണ്. അപ്പം ചോദിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇതിൽ എക്സ്പെർട്ടായിട്ടാണ് ജോയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിവിടെ മറ്റുള്ളവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തെ പറ്റിയോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സൈറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ ഒരു ചാറ്റിങ് പോലെ നമ്മളോട് വർത്തമാനം പറയാൻ മീൻസ് ക്വസ്റ്റ്യൻ്റെ ആൻസറിന് അവർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് എക്സ്പെർട്ടാണ്. നമ്മൾ ഇതുപോലെ ഓരോരുത്തർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ നൽകുക. അതിനായിട്ട് നിങ്ങൾ ഈ 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിക്കം എ എക്സ്പെർട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിവിടെ എക്സ്പെർട്ടാണ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കാനായിട്ട് എക്സ്പെർട്ടാണ്. അപ്പോൾ ഏൺ മണി, നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഈ സൈറ്റിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊരു 24 hours ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. 7 days 24 hours വർക്ക് ആയിട്ടുള്ള സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിക്സഡ് ഹവേഴ്സ് ഇല്ല. ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് തോന്നുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളപ്പം തന്നെ ആൻസർ ചെയ്യുക. അല്ലാതെ ഇത്ര ടൈം, ഇത്ര മണിക്കൂറേ ഉള്ളൂ വർക്ക് ചെയ്യുക, ഇത്ര മിനിറ്റ്, അങ്ങനെയൊന്നുമില്ല. ആൾക്കാർക്ക് അവരെപ്പോഴാണോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുക. അപ്പം അതിനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവർ താഴെ കൊടുത്തിട്ടുണ്ട്. ഹൗസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, എല്ലാ ഇതിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം.
അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഏത് സ്പെഷ്യലൈസിലാണ് നിങ്ങൾക്ക് താല്പര്യം, ഫിനാൻസ് ആണോ, ലോ ആണോ, മെഡിക്കലാണോ, അതുപോലെ കാറ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഈ ഒരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നുള്ളതാണ്. പേയ്മെൻറ്റ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളോട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും. പിന്നുള്ള രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും ഏത് സമയത്തും ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് എപ്പോൾ വേണേലും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചൂസ് യുവർ വർക്ക് ലോഡ്, നമുക്ക് നമ്മുടെ ചൂസ് ചെയ്യാൻ പറ്റും എത്ര വർക്ക് ചെയ്യാം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു സൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനായിട്ട് വെയിറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് മെയിൽ ത്രൂ ആയിരിക്കും. മെയിൽ ത്രൂ അവർ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പേപ്പാൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്ന ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഒരു ക്ഷാമമില്ല, 1 മില്യൺ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് കിട്ടാനും എളുപ്പമാണ്. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.